ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഏവരെയും ഭൂമിയുടെ ഉടമകളാക്കാനുള്ള സർക്കാർ ശ്രമം വിജയിച്ചുവെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. ആർപ്പോ 2026 ജെൻഡർ ഫെസ്റ്റിൽ ചലച്ചിത്രോത്സവവും ഓപ്പൺ ഫോറവും നടന്നു. പ്ലാസ്റ്റിക് വിമുക്ത നഗരത്തിന് കോർപ്പറേഷൻ ജനപങ്കാളിത്തം ഉറപ്പുവരുത്തുമെന്ന് മേയർ ഒ സദാശിവൻ. സംസ്ഥാന ലൈബ്രറി കൌൺസിൽ നടത്തുന്ന റിപ്പബ്ലിക് സദസ്സിന്റെ ഭാഗമായ പരിപാടികളിലെ മത്സര വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഞാൻ സാന്റീന പ്രഭാത്. വിശദമായ വാർത്തകളിലേക്ക്. ഏവരെയും ഭൂമിയുടെ ഉടമകളാക്കാനുള്ള സർക്കാർ ശ്രമം വിജയിച്ചുവെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. ജില്ലാതല പട്ടയമേളയിൽ പട്ടയങ്ങൾ വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പട്ടയമേളയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു. തുടർന്നാണ് ജില്ലകളിൽ പട്ടയ വിതരണം നടന്നത്. കോവൂർ പി കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ നടന്ന ജില്ലാതല പട്ടയമേളയിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പട്ടയങ്ങൾ വിതരണം ചെയ്തു. സർക്കാർ അധികാരത്തിലേറുമ്പോൾ മുന്നോട്ട് വെച്ച പ്രധാന തീരുമാനമായിരുന്നു പട്ടയ വിതരണം വേഗത്തിലാക്കുക എന്നതെന്നും 5 വർഷം കൊണ്ട് കോഴിക്കോട് ജില്ലയിൽ മാത്രം 2000-ലധികം പട്ടയങ്ങൾ വിതരണം ചെയ്യാനായത് റവന്യൂ വകുപ്പിന്റെയും സർക്കാരിന്റെയും പ്രധാന നേട്ടമാണെന്നും മന്ത്രി പറഞ്ഞു. പട്ടയങ്ങളുടെ കാര്യത്തിൽ ജനങ്ങളോട് നൽകിയ വാക്ക് പാലിക്കാൻ സർക്കാരിന് സാധിച്ചിട്ടുണ്ടെന്നും മന്ത്രി റിയാസ് കൂട്ടിച്ചേർത്തു. ഇക്കഴിഞ്ഞ 5 കൊല്ലം മാത്രം 2000-ലധികം പട്ടയമാണ് കോഴിക്കോട് ജില്ലയിൽ മാത്രം വിതരണം ചെയ്തിട്ടുള്ളത്. ഇന്നും വിതരണം ചെയ്യുന്ന പട്ടയങ്ങളുടെ എണ്ണം 1300-ന്റെ അടുത്താണ്. 1300 ആണല്ലേ? 1300 ആണ്. ഇത് നമുക്കേറെ ആശ്വാസം നൽകുന്ന കാര്യമാണ്. ജനങ്ങളോട് നൽകിയ വാക്ക് പാലിച്ചുകൊണ്ടാണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഭൂമിയുടെ അവകാശികളായി നാട്ടിലെ മനുഷ്യരെ മാറ്റിത്തീർക്കാനുള്ള സർക്കാരിൻ്റെ കഠിന ശ്രമത്തോടൊപ്പം നിന്ന് എല്ലാവരെയും ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് നന്ദി പറയാനും അഭിവാദ്യം ചെയ്യാനും ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. വടകര LT 350, കോഴിക്കോട് LT 870, താമരശ്ശേരി താലൂക്ക് മിച്ചഭൂമി 63, കോഴിക്കോട് താലൂക്ക് മിച്ചഭൂമി 8, വടകര താലൂക്ക് LA 5, താമരശ്ശേരി 4 എന്നിങ്ങനെ 1300 പട്ടയങ്ങളാണ് ചടങ്ങിൽ വിതരണം ചെയ്തത്. പരിപാടിയിൽ MLA-മാരായ തോട്ടത്തിൽ രവീന്ദ്രൻ, അഹമ്മദ് ദേവർകോവിൽ, ലിൻഡോ ജോസഫ്, വാർഡ് കൗൺസിലർമാരായ C കവിത, E അനിതകുമാരി, ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ്, ADM C മുഹമ്മദ് റഫീഖ്, റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ആർപ്പോ 2026 ജെൻഡർ ഫെസ്റ്റിൽ ചലച്ചിത്രോത്സവവും ഓപ്പൺ ഫോറവും നടന്നു. സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ രംഗത്തെ പ്രമുഖർ ചർച്ചകളിൽ പങ്കെടുത്തു. വനിതാ ശിശു വികസന വകുപ്പിന് കീഴിൽ കോഴിക്കോട് പ്രവർത്തിക്കുന്ന ജെൻഡർ പാർക്കിൽ ഫെബ്രുവരി 28 വരെ സംഘടിപ്പിക്കുന്ന ആർപ്പോ 2026 ജെൻഡർ ഫെസ്റ്റിന്റെ ഭാഗമായി നടത്തിയ ചലച്ചിത്രോത്സവത്തിന്റെ 2ാം ദിവസം ഫയർ, ലഞ്ച് ബോക്സ്, ആട്ടം എന്നീ സിനിമകൾ പ്രദർശിപ്പിച്ചു. കാഴ്ചയുടെ രാഷ്ട്രീയം എന്ന വിഷയത്തിൽ നടത്തിയ ഓപ്പൺ ഫോറത്തിൽ തൃശൂർ വിമല കോളേജ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ അനൂപ് പാപ്പച്ചൻ, തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാല അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പി ശ്രീദേവി, റിസർച്ച് സ്കോളർ ആദി, പ്രൊവിഡൻസ് വുമൻസ് കോളേജ് റിട്ടയർഡ് അസോസിയേറ്റ് പ്രൊഫസർ ബിന്ദു ആമാട്ട് എന്നിവർ പങ്കെടുത്തു. അഭിനേതാക്കളുടെ കാര്യത്തിലും കഥ പറച്ചിലിന്റെ കാര്യത്തിലും എല്ലാത്തിലും അത് വളരെയധികം വ്യത്യസ്തത പുലർത്തിയ ഒരു സിനിമയാണ്. ഇന്ന് നമ്മൾ ന്യൂജൻ സിനിമ എന്നൊക്കെ പറയാവുന്ന ആ ലേബൽ കൊടുക്കാവുന്ന ഒരു സിനിമ. പക്ഷേ ഒരു കാര്യത്തിൽ ഒരു വ്യത്യാസവും തോന്നിയില്ല മറ്റു സിനിമകളിൽ നിന്ന്. അത് അതിൻ്റെ
ടൈറ്റിൽസിലായിരുന്നു. അത് മറ്റെല്ലാ സിനിമകളെയും പോലെ തന്നെ നന്ദി എന്ന് പറഞ്ഞ് നമുക്കറിയാലോ, ആ പേര്, ആ നന്ദി എന്ന വാക്കിന് ശേഷം പിന്നെ ആരുടെ പേരുകളായിരിക്കും ഉണ്ടാവുക എന്ന് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. കാഴ്ച എന്ന് പറയുന്നത്, അതുകൊണ്ടാണ് ആ ടൈറ്റിലിന് ഒരു രാഷ്ട്രീയമുണ്ട് എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. ഇത്തരത്തിൽ വൈവിധ്യമുള്ള ബഹുസ്വരതയുള്ള ഒരു സമൂഹത്തിൻ്റെ കാഴ്ച എന്താണ് എന്നുള്ളത്, ആ കാഴ്ച ഒട്ടും ബഹുസ്വരമല്ല എന്നുള്ളിടത്താണ് നമ്മൾ സംസാരിച്ച് തുടങ്ങുന്നത്. ഞാൻ കാണുന്ന തിരയിലെ കാഴ്ച, ഞാൻ കാണുന്ന തിരയിലെ സ്ത്രീകൾ, ഞാൻ കാണുന്ന തിരയിലെ ആദിവാസികൾ, ഞാൻ കാണുന്ന തിരയിലെ ദളിതർ, ഞാൻ കാണുന്ന തിരയിലെ ക്യൂർ വ്യക്തിത്വങ്ങൾ എൻ്റെ ജനാധിപത്യ പരിസരത്ത് യാതൊരു തരത്തിലും നീതി കിട്ടാത്തവരായിട്ടാണ് സിനിമയിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾക്ക് പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കാഴ്ചയുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. ഫെസ്റ്റിന്റെ ഭാഗമായി മുഖ്യധാര രാഷ്ട്രീയവും ജെൻഡറും സമകാലീന വായന എന്ന വിഷയത്തിൽ ചർച്ചയും നടന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ നിയന്ത്രണം ലക്ഷ്യമിട്ട് നാംകോസിന്റെ നേതൃത്വത്തിൽ കമ്പോസ്റ്റബിൾ ഉൽപ്പന്നം സാക്കർട്ട് പുറത്തിറക്കി. പ്ലാസ്റ്റിക് വിമുക്ത നഗരത്തിന് കോർപ്പറേഷൻ ജനപങ്കാളിത്തം ഉറപ്പുവരുത്തുമെന്ന് മേയർ ഒ സദാശിവൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്ക് പകരമായി പരിസ്ഥിതി സൗഹൃദ ക്യാരി ബാഗുകൾ ഉൾപ്പെടെ 18 ഇനം ഉൽപ്പന്നങ്ങളാണ് നാംകോസ് സാക്കർട്ട് വിപണിയിൽ എത്തുന്നത്. ടൗൺഹാളിൽ നടന്ന ചടങ്ങിൽ മേയർ ഒ സദാശിവൻ ലോഞ്ച് ചെയ്തു. പ്ലാസ്റ്റിക് വിമുക്ത നഗരത്തിന് കോർപ്പറേഷൻ ജനപങ്കാളിത്തം ഉറപ്പുവരുത്തുമെന്ന് മേയർ പറഞ്ഞു. നമ്മുടെ ഉൽപ്പന്നത്തിന്റെ ഗുണം എങ്ങനെയാണ്, അതോടൊപ്പം നമ്മുടെ വിശ്വാസത്തിലാണ്. അപ്പൊ ജനവിശ്വാസം ആർജിക്കാൻ കഴിയുന്ന വിധത്തിൽ ഈ സംരംഭത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. തീർച്ചയായും അത് മനുഷ്യന്റെയും മാനവരാശിയുടെയും ജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. അതാണ് ഇതിന്റെ പ്രാധാന്യം പറഞ്ഞിരിക്കുന്നത് കൂടി അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഔപചാരികമായി ഈ സംരംഭത്തിന് ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് എന്റെ വാഗ്ദാനം. ആരോഗ്യവകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ പി പ്രമോദ് കുമാർ ആദ്യ ഉൽപ്പന്നം സ്വീകരിച്ചു. നാംകോസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ബിനു ജി കുറുപ്പ് അധ്യക്ഷനായിരുന്നു. നാംകോസ് ചെയർമാൻ KB ശ്രീരാജ്, വൈസ് ചെയർമാൻ പി സുരേഷ്, മാനേജിംഗ് ഡയറക്ടർ N ഫിറോസ്, എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ ഷൈനി ചാർലി, ജോൺ വർഗീസ് തുടങ്ങിയവരും സന്നിഹിതരായി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ വാർത്തയിൽ ഒരിടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. പാരമ്പരിക് സിൽക്ക്, കോട്ടൺ ആൻഡ് ജ്വല്ലറി മേള. പരമ്പരാഗത ഉത്തരേന്ത്യൻ വസ്ത്രങ്ങളുടെയും ആഭരണങ്ങളുടെയും മനോഹര ശേഖരം ഇപ്പോൾ കോഴിക്കോട് CSI ഹാളിൽ. രാജസ്ഥാൻ ഹാൻഡ്മെയ്ഡ് വസ്ത്രങ്ങൾ, ജയ്പൂർ ബെഡ്ഷീറ്റുകൾ, മിർജാപൂർ കോട്ടൺ ആൻഡ് വുളൻ ഉൽപ്പന്നങ്ങൾ, ഇറാൻ കാർപ്പറ്റുകൾ, ബഗൽപൂർ ആൻഡ് ചന്തേരി സാരികൾ, UP ഖാദി ഉൽപ്പന്നങ്ങൾ, ജയ്പൂർ ഷർട്ടുകൾ, ചുരിദാർ മെറ്റീരിയലുകൾ. രാജസ്ഥാൻ ആഭരണങ്ങൾ 50 രൂപ മുതൽ ആരംഭിക്കുന്നു. ഇഷ്ടം പോലെ തിരഞ്ഞെടുക്കാൻ വൈവിധ്യമാർന്ന നിറങ്ങളും ഡിസൈനുകളും. രാവിലെ 10 മുതൽ രാത്രി 9 വരെ. പ്രവേശനം സൗജന്യം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി പ്രത്യേക സമ്മാനങ്ങൾ കണ്ടെത്താനുള്ള മികച്ച അവസരം. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. മലപ്പുറം ജില്ലയിൽ തന്നെ പ്രശസ്തമായ നിലമ്പൂർ വയലാശ്ശേരി പൂരം 2026 മാർച്ച് 4 ബുധനാഴ്ച കുറുത്തിക്കോട്ടയിൽ ശ്രീ കാളിമുത്തപ്പൻകാവ് മഹാവിഷ്ണു ക്ഷേത്രം. 2026 ഫെബ്രുവരി 25 ക്ഷേത്രോത്സവത്തിന് കൊടിയേറി ഫെബ്രുവരി 26 മാർച്ച് 3 മാർച്ച് 4 ആറാട്ടോടുകൂടി അവസാനിക്കുന്ന വിവരം സന്തോഷപൂർവ്വം അറിയിക്കുന്നു. മാർച്ച് 3 മൂലസ്ഥാനത്ത് നിന്നും വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടുകൂടി പള്ളിവേട്ട എഴുന്നള്ളത്ത്. മാർച്ച് 4 പൊങ്കാല, ഗജവീരന്മാരുടെ അകമ്പടിയോടുകൂടി കുടവരവ്. പകൽപൂരം, പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്ന സാംസ്കാരിക സദസ്സ്. പ്രശസ്ത നാടൻപാട്ട് ഗായിക പ്രസീത ചാലക്കുടി നയിക്കുന്ന ഉറവ് 2026 നാടൻപാട്ട്. മുളയങ്കാവ് അരവിന്ദ് ആൻഡ് പാർട്ടി നയിക്കുന്ന തായമ്പക.
ആറാട്ട്, ഗുരുതിയാട്ടം തുടങ്ങി വിപുലമായ പരിപാടികളോടുകൂടി ആഘോഷിക്കുന്നു. ഭക്തജനങ്ങളുടെ സഹായ സഹകരണവും സാന്നിധ്യവും എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും ഉണ്ടാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. സംസ്ഥാന ലൈബ്രറി കൌൺസിൽ നടത്തുന്ന റിപ്പബ്ലിക് സദസ്സിന്റെ ഭാഗമായ പരിപാടികളിലെ മത്സര വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. സമാപന ചടങ്ങ് മേയർ ഒ സദാശിവൻ ഉദ്ഘാടനം ചെയ്തു. കേരള സംസ്ഥാന ലൈബ്രറി കൌൺസിൽ ആഹ്വാനം ചെയ്ത റിപ്പബ്ലിക് സദസ്സിന്റെ ഭാഗമായി കളാണ്ടിത്താഴം ദർശനം സാംസ്കാരിക വേദി റിപ്പബ്ലിക് ദിനമായ ജനുവരി 26 മുതൽ സംഘടിപ്പിച്ചു വന്ന അക്ഷര കരോൾ, കേരള ഗാഥകൾ ഗാനാലാപനം, ചിത്രരചനാ മത്സരം, ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ പ്രാധാന്യം വിളിച്ചോതിയുള്ള പ്രശ്നോത്തരി, ചിത്രപ്രദർശനം, റിപ്പബ്ലിക്കിന് മുൻപ് ജനിച്ച മുതിർന്ന പൗരന്മാരെ ആദരിക്കൽ, രചനാ മത്സരങ്ങൾ, ചിത്രരചന തുടങ്ങിയവയുടെ സമ്മാന വിതരണമാണ് നടന്നത്. ചിത്രപ്രദർശനം ചിത്രകാരികളായ ആദിയ മുഷാദ്, ആദില മുഷാദ് എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. സമാപന പരിപാടി കളാണ്ടിത്താഴം കബനി ഗ്രൗണ്ടിൽ മേയർ ഒ സദാശിവൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയുടെ ഏറ്റവും മഹത്തായ ഭരണഘടനാപരമായ മൂല്യം ഏതാണോ? ഒന്ന് ജനാധിപത്യമാണ്, 2 മതേതരത്വമാണ്, അതല്ലേ കുറച്ചുകൂടി നല്ല ഭാഷയിൽ പറഞ്ഞ മതനിരപേക്ഷത, 3 സോഷ്യലിസം. ഈ 3 അടിസ്ഥാനമായ കാര്യങ്ങളിൽ ഊന്നിയാണ് ഇന്ത്യ രാജ്യത്തെ പ്രവർത്തനത്തെ കാണുന്നത്. അതാണല്ലോ ഇന്ത്യൻ റിപ്പബ്ലിക് ആയതിനു ശേഷം ഈ അടിസ്ഥാനപരമായ 3 മൂല്യങ്ങളാണ് ഉയർത്തിപ്പിടിച്ചത്. അങ്ങനെ വളർന്നു മുന്നേറേണ്ടുന്ന നമ്മുടെ രാജ്യം ഈ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളിൽ നിന്നും എത്രമാത്രം അത് സംരക്ഷിക്കപ്പെട്ടു പോവാൻ കഴിഞ്ഞു? അതല്ല, സംരക്ഷിക്കുന്നത് പോകട്ടെ, ഇല്ലേ, നിലനിർത്താൻ കഴിഞ്ഞു അക്കാലത്തെ? ഡെപ്യൂട്ടി മേയർ ഡോക്ടർ എസ് ജയശ്രീ, വാർഡ് കൗൺസിലർമാരായ സ്വപ്ന മനോജ്, സാജിദ ഗഫൂർ, ഷീതു ശിവേഷ് എന്നിവരെയും മത്സര വിജയികളെയും മുതിർന്ന പൗരന്മാരെയും റിപ്പബ്ലിക് ദിന സന്ദേശം ഉൾക്കൊള്ളുന്ന സുവനീർ നൽകി ആദരിച്ചു. കോഴിക്കോട് താലൂക്ക് ലൈബ്രറി കൌൺസിൽ ജോയിന്റ് സെക്രട്ടറി MT ശിവരാജൻ ഇന്ത്യൻ റിപ്പബ്ലിക്കിന് 77 വയസ്സ് തികയുമ്പോൾ എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി. രക്ഷാധികാരി അംഗങ്ങളായ കവി NS മേരി കോട്ടുപള്ളിൽ, എഴുത്തുകാരി സൽമി സത്യാർത്ഥി എന്നിവർ ചേർന്ന് ദർശനം സ്ഥിതി ചെയ്യുന്ന മെഡിക്കൽ കോളേജ് 20ാം വാർഡ് കൌൺസിലർ ഷീതു ശിവേഷിന് ജീവകാല അംഗത്വരേഖകൾ കൈമാറി. സംഘാടക സമിതി ചെയർമാൻ പൂവത്തൊടികയിൽ സിദ്ധാർത്ഥൻ അധ്യക്ഷനായിരുന്നു. സംഘാടക സമിതി ജനറൽ കൺവീനർ സതീശൻ കൊല്ലറയ്ക്കൽ, കോർഡിനേറ്റർ MA ജോൺസൺ തുടങ്ങിയവർ നേതൃത്വം നൽകി. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംഘടിപ്പിച്ച ജൻവിജ്ഞാൻ ജാഥാംഗം പാലക്കാട് ഉണ്ണികൃഷ്ണന്റെ പരിസ്ഥിതി ഗാനങ്ങളോടെയാണ് പരിപാടികൾ ആരംഭിച്ചത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സംസ്ഥാനത്ത് റേഷൻ വ്യാപാരികളുടെ വേതനം വീണ്ടും മുടങ്ങുകയാണെന്ന് വ്യാപാരികൾ. വേതനം വർദ്ധിപ്പിച്ചുകൊണ്ട് ഉത്തരവായ സന്ദർഭത്തിലാണ് ജനുവരിയിലെ വേതനം കിട്ടാതായത്. കമ്മീഷൻ വർദ്ധിപ്പിക്കാനും വേതനം ലഭിക്കാനും നടപടികൾ സ്വീകരിക്കണമെന്ന് വ്യാപാരികൾ പറഞ്ഞു. പ്രതിമാസം 45 ക്വിന്റൽ ധാന്യം വിൽപ്പനയുള്ള റേഷൻ വ്യാപാരികളുടെ മാസവേതനം 18,000 രൂപയിൽ നിന്നും 21,000 രൂപയായി സർക്കാർ വർദ്ധിപ്പിച്ചുകൊണ്ട് ഉത്തരവിറക്കിയെങ്കിലും റേഷൻ വ്യാപാരികളുടെ ജനുവരിയിലെ വേതനം ഇതുവരെയും വിതരണം ചെയ്യാൻ സാധിച്ചിട്ടില്ല. ചില താലൂക്കുകളിൽ ഡിസംബറിലെ വേതനവും കുടിശ്ശികയാണ്. റേഷൻ വിതരണക്കാരുടെ കൂലി, കടവാടക, റേഷൻ സാധനങ്ങളുടെ വില തുടങ്ങി ദൈനംദിന ചെലവുകൾ നൽകാനാവാതെ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് റേഷൻ വ്യാപാരികൾ. കമ്മീഷൻ വർദ്ധിപ്പിക്കാൻ ഡിസംബറിൽ നടന്ന ചർച്ചയിൽ ധാരണയായെങ്കിലും ഇതുവരെയും നടപടിയായിട്ടില്ല. അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് റേഷൻ വ്യാപാരി സംയുക്ത കൂട്ടായ്മ ആവശ്യപ്പെട്ടു. ബഹുമാനപ്പെട്ട ഭക്ഷ്യമന്ത്രിയും ധനമന്ത്രിയും ഒരുമിച്ചാണ് പറഞ്ഞത്, ജനുവരി മുതൽ നിങ്ങളുടെ വേതന പാക്കേജ്. വളരെ തുച്ഛമായ വേതനം. കാരണം 18,000 രൂപയിൽ നിന്നും 21,000 രൂപയാണ് ഞങ്ങളെ വേതനമായി വർദ്ധിപ്പിച്ചത്. അതും 45 കിൻഡലിന്റെ മേലെ വിൽക്കുന്ന വ്യാപാരികൾക്ക്. 45 കിൻഡലിന്റെ താഴെയുള്ളവർക്ക് 9,000 രൂപയാണ്. ക്ഷേമനിധിയുടെ വിഷയങ്ങളുണ്ട്, വിരമിക്കൽ ആനുകൂല്യങ്ങളുണ്ട്, പെൻഷൻ പ്രായമുണ്ട്. ഈ കാര്യങ്ങളൊക്കെ വീണ്ടും നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ഇതുവരെ സംസാരിച്ചിട്ടില്ല. എന്നിരുന്നാലും ജനുവരി മാസമെങ്കിലും ഞങ്ങളുടെ വേതനം ഇന്നിപ്പോ ഫെബ്രുവരി 19 ഇതുവരെ ലഭിച്ചിട്ടില്ല. പുതുക്കിയ വേതനം ലഭിക്കില്ല എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചത്. സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ വേതനം
കൂട്ടിയത് അവരുടെ ടിഒക്കെ 10 ദിവസം കൊണ്ട് ഉത്തരവിറക്കാൻ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് സാധിച്ചു. എന്ത് തെറ്റാണ് കേരളത്തിലെ റേഷൻ വ്യാപാരികൾ ഈ സർക്കാരിനോട് ചെയ്തത്? വളരെ വേദനയോടെ പറയുകയാണ്. കേരളത്തിലെ 95 ലക്ഷം കുടുംബങ്ങൾക്ക് സർക്കാർ പറയുന്ന എല്ലാ സാധനങ്ങളും സമയബന്ധിതമായി കാർഡ് ഉടമകളെ കൈവെത്തിക്കുന്നവരാണ് റേഷൻ വ്യാപാരികൾ. റേഷൻ വ്യാപാരികളുടെ അടിസ്ഥാന വേതനം 18,000 രൂപയിൽ നിന്നും 21,000 രൂപയാക്കിയാണ് ഉയർത്തിയത്. അധിക കമ്മീഷൻ 180 രൂപ എന്നത് 270 രൂപയാക്കിയിരുന്നു. 14,000 റേഷൻ വ്യാപാരികൾക്കാണ് ഇതുവഴി പ്രയോജനം ലഭിക്കുക എന്നായിരുന്നു പ്രഖ്യാപനം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വിദ്യാഭ്യാസ ജീവകാരുണ്യ പ്രവർത്തകൻ ബാബ അലക്സാണ്ടർ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ ചേർന്ന് പ്രവർത്തിക്കും. ഫെബ്രുവരി 28-ന് വയനാട്ടിൽ വെച്ച് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളിൽ നിന്നും മെമ്പർഷിപ്പ് ഏറ്റുവാങ്ങുമെന്ന് അദ്ദേഹം അറിയിച്ചു. ദേശീയ ശിശുക്ഷേമ സംഘടനയായ നാഷണൽ ചൈൽഡ് ഡെവലപ്മെന്റ് കൗൺസിൽ സ്ഥാപക സെക്രട്ടറിയും മാസ്റ്റർ ട്രെയിനറുമായ ബാബ അലക്സാണ്ടർ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചതായി അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രധാനമായിട്ട് ഈ മുസ്ലിം ലീഗിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് എന്നെ ഒരുപാട് ആകർഷിച്ചത്. ഈ CH സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അപ്പൊ എന്റെ ഒരു വിലയിരുത്തലില് ഇത്തരത്തിലുള്ള സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഏറ്റവും അധികം നടന്നൊരു പാർട്ടി മുസ്ലിം ലീഗാണ്. പിന്നീട് ഈ പാർട്ടിയുടെ ഒരു കെട്ടുറപ്പ്, ഈ പാണക്കാട് തങ്ങൾ ഫാമിലിയുടെ ഒരു സപ്പോർട്ട് ഈ പാർട്ടിയെ നല്ല അച്ചടക്കത്തോടെ കെട്ടുറപ്പോടെ കൊണ്ടുപോകുന്നതിൽ ഒരു വലിയ നിർണായകമായ പങ്കുണ്ട്. ഇത് സംബന്ധിച്ച് ലീഗിന്റെ നേതാക്കളുമായും കൂടിക്കാഴ്ചയും ചർച്ചയും നടത്തിയതായും അദ്ദേഹം പറഞ്ഞു. ഫെബ്രുവരി 28-ന് രാവിലെ 10-ന് വയനാട് മുട്ടിൽ യത്തീംഖാന HRD സെന്ററിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളിൽ നിന്നും മെമ്പർഷിപ്പ് ഏറ്റുവാങ്ങുമെന്ന് ബാബ അലക്സാണ്ടർ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ മീഡിയ കോർഡിനേറ്റർ M റിസ്വാനും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ വാർത്തയിൽ ഒരിടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. പാരമ്പരിക് സിൽക്ക്, കോട്ടൺ ആൻഡ് ജ്വല്ലറി മേള. പരമ്പരാഗത ഉത്തരേന്ത്യൻ വസ്ത്രങ്ങളുടെയും ആഭരണങ്ങളുടെയും മനോഹര ശേഖരം ഇപ്പോൾ കോഴിക്കോട് CSI ഹാളിൽ. രാജസ്ഥാൻ ഹാൻഡ്മെയ്ഡ് വസ്ത്രങ്ങൾ, ജയ്പൂർ ബെഡ്ഷീറ്റുകൾ, മിർജാപൂർ കോട്ടൺ ആൻഡ് വുളൻ ഉൽപ്പന്നങ്ങൾ, ഇറാൻ കാർപ്പറ്റുകൾ, ബഗൽപൂർ ആൻഡ് ചന്തേരി സാരികൾ, UP ഖാദി ഉൽപ്പന്നങ്ങൾ, ജയ്പൂർ ഷർട്ടുകൾ, ചുരിദാർ മെറ്റീരിയലുകൾ. രാജസ്ഥാൻ ആഭരണങ്ങൾ 50 രൂപ മുതൽ ആരംഭിക്കുന്നു. ഇഷ്ടം പോലെ തിരഞ്ഞെടുക്കാൻ വൈവിധ്യമാർന്ന നിറങ്ങളും ഡിസൈനുകളും. രാവിലെ 10 മുതൽ രാത്രി 9 വരെ. പ്രവേശനം സൗജന്യം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി പ്രത്യേക സമ്മാനങ്ങൾ കണ്ടെത്താനുള്ള മികച്ച അവസരം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കോഴിക്കോട് ബേബി ബസാറിൽ വ്യാപാരി കൂട്ടായ്മ സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചു. വ്യാപാരികളും തൊഴിലാളികളും ഒന്നടങ്കം പങ്കെടുത്ത പരിപാടി സൗഹാർദ്ദത്തിന്റെ മഹനീയ മാതൃകയായി. ബേബി ബസാറിൽ വ്യാപാരികളുടെ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സമൂഹ നോമ്പുതുറ വിവിധ മതസ്ഥരുടെ സാന്നിധ്യവും സജീവ പങ്കാളിത്തവും കൊണ്ട് ശ്രദ്ധേയമായി. ജാതിമത പ്രായ രാഷ്ട്രീയ ഭേദമന്യേ വ്യാപാരികൾ, ജീവനക്കാർ, തൊഴിലാളികൾ, ഉപഭോക്താക്കൾ എന്നിവർ ഒരുമിച്ച് കൂടി പങ്കെടുത്ത ഇഫ്താർ വിരുന്ന് സൗഹൃദത്തിന്റെയും സഹോദരഭാവത്തിന്റെയും മനോഹര സന്ദേശമായി മാറി. കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ഇതാണ് റിയൽ കേരള സ്റ്റോറി. കാലഘട്ടത്തിൽ അതാണല്ലോ, ഇപ്പൊ കേരള സ്റ്റോറിയാണല്ലോ എല്ലാത്തിലും. ഇതാണ് റിയൽ കേരള സ്റ്റോറി. ഇവിടെ എല്ലാ ജാതി മത ഭേദമന്യേ എല്ലാവരും ഒത്തൊരുമിച്ചിട്ടാണ്. കാരണം ഇവിടെ ഈ വിളമ്പുന്നതിൽ നല്ലൊരു ശതമാനവും മുസ്ലിങ്ങളല്ലാത്തവരാണ്, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം.
അവരാണ് ഇതിന്റെ മുന്നിൽ നിൽക്കുന്നതും. അതാണ് ഇതിന്റെ ഇവിടുത്തെ ഈ ബേബി ബസാറിന്റെ പ്രത്യേകത. ബേബി ബസാർ എന്ന് പറഞ്ഞാൽ ജാതിമത എന്ത് കാര്യത്തിലും ഒറ്റക്കെട്ടായി നിന്നിട്ട് എന്ത് കാര്യത്തിലും അല്ല കട്ട് ചെയ്യാൻ തുടങ്ങി ഉച്ചയ്ക്ക് തുടങ്ങിയതാണ് ആഘോഷം. അതേമാതിരി ക്രിസ്മസ് ആഘോഷം എല്ലാ കരോള് ഓണാഘോഷം. നമ്മൾ സദ്യ ഈ ബസാറിലും സദ്യ വിളമ്പിയിട്ട് തന്നെ ഓണാഘോഷം നടത്തണം എന്നുള്ള ഒരു ഞങ്ങൾ അതിലേക്ക് നീങ്ങും. അങ്ങനെ ഇല്ല, അതാണ് ബേബി ബസാറിന്റെ ബേബി ബസാർ എന്ന് പറഞ്ഞാൽ അതാണ്. മുൻ വർഷങ്ങളിലേതുപോലെ തന്നെ മുടങ്ങാതെ സംഘടിപ്പിച്ച സമൂഹ നോമ്പുതുറ വിശാലമായ ജനപങ്കാളിത്തം കൊണ്ടും സംഘാടക മികവ് കൊണ്ടും പ്രത്യേക ശ്രദ്ധ നേടി. ബേബി ബസാറിലെ അഷറഫ് സാഫ്, കെ അൽത്താഫ്, മൻസൂർ CK, കെ റഷീദ് എന്നിവരുടെ നേതൃത്വത്തിൽ വ്യാപാരികളും ജീവനക്കാരും തൊഴിലാളികളും ചേർന്നാണ് പരിപാടിക്ക് നേതൃത്വം നൽകിയത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഹെൽത്ത് കെയർ സ്റ്റെറൈൽ പ്രോസസിംഗ് അസോസിയേഷൻ ഇന്ത്യൻ ചാപ്റ്റർ നിലവിൽ വന്നു. സോഷ്യൽ മീഡിയ പേജുകളുടെ ലോഗോ പ്രകാശനം NABH പ്രിൻസിപ്പൽ അസസർ ഗ്രേസി മത്തായി നിർവഹിച്ചു. ലോകത്തിലെ മുഴുവൻ സ്റ്റെറൈൽ പ്രോസസിംഗ് ടെക്നീഷ്യന്മാർക്കുമുള്ള വിദ്യാഭ്യാസവും സർട്ടിഫിക്കറ്റും നൽകുന്ന അസോസിയേഷനായ HSPAയുടെ ഇന്ത്യൻ ചാപ്റ്ററിന് അമേരിക്കയിലെ പ്രൊഫഷണൽ സംഘടനയായ ദി ഹെൽത്ത് കെയർ സ്റ്റെറൈൽ പ്രോസസിംഗ് അസോസിയേഷൻ അംഗീകാരം നൽകി. USA പുറത്ത് സ്ഥാപിതമാകുന്ന 4ാമത്തെ ചാപ്റ്ററാണ് HSPA ഇന്ത്യ. ഇന്ത്യൻ ചാപ്റ്ററിന്റെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ പേജുകളുടെ ലോഗോ പ്രകാശനം NABH പ്രിൻസിപ്പൽ അസസറും BMH ഹോസ്പിറ്റലുകളുടെ ക്വാളിറ്റി വിഭാഗം മേധാവിയുമായ ഗ്രേസി മത്തായി നിർവഹിച്ചു. ഇന്ത്യൻ ചാപ്റ്ററിന്റെ പ്രസിഡന്റായി ആസ്റ്റർ മിംസിലെ CSSD വിഭാഗം മാനേജർ നസീഹ് CPAയും സെക്രട്ടറിയായി സിദ്ര മെഡിസിൻ സീനിയർ ടെക്നീഷ്യൻ ഷഹദ് കണ്ണനാരിയെയും ട്രഷററായി മെഡിക്കൽ സിറ്റി ഫോർ മിലിറ്ററി ആൻഡ് സെക്യൂരിറ്റി സർവീസ് ഹോസ്പിറ്റൽസ് ടെക്നീഷ്യൻ മുഹമ്മദ് ഷഫീഖിനെയും വൈസ് പ്രസിഡന്റായി ഷാഫിയെയും എഡ്യൂക്കേഷൻ ഡയറക്ടറായി മർലി കുര്യാക്കോസിനെയും ബോർഡ് അംഗങ്ങളായി മുഹമ്മദ് ഷരീഫ്, അഖിലേഷ് എന്നിവരെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഏവരെയും ഭൂമിയുടെ ഉടമകളാക്കാനുള്ള സർക്കാർ ശ്രമം വിജയിച്ചുവെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. ആർപ്പോ 2026 ജെൻഡർ ഫെസ്റ്റിൽ ചലച്ചിത്രോത്സവവും ഓപ്പൺ ഫോറവും നടന്നു. പ്ലാസ്റ്റിക് വിമുക്ത നഗരത്തിന് കോർപ്പറേഷൻ ജനപങ്കാളിത്തം ഉറപ്പുവരുത്തുമെന്ന് മേയർ ഒ സദാശിവൻ. സംസ്ഥാന ലൈബ്രറി കൌൺസിൽ നടത്തുന്ന റിപ്പബ്ലിക് സദസ്സിന്റെ ഭാഗമായ പരിപാടികളിലെ മത്സര വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.